സോറി, ബാത്റൂം യൂസ് ചെയ്യാനായിരുന്നു. മൈത്രി ഇത് അവളുടെ റൂമാന്നാ പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ നേരം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ നിന്നു. അവൾ എന്നെ കണ്ടതിൽ കുഴപ്പമുണ്ടോ എന്ന് ഞാൻ നോക്കി. സ്റ്റൈലൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സ്വല്പം വയറ് ചാടിയിരുന്നു. ഇതെന്റെ ഫ്രണ്ട് ലീല. മറ്റുള്ളവരെയൊക്കെ അറിയാലോ നിനക്ക്. ഹായ് ഹായ് ഹായ്. ലീല ഇതെന്റെ ചേട്ടനാ. അല്പം മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തേ ഉള്ളൂ. അമ്മ എനിക്ക് പ്ലേറ്റ് ചെയ്യാം. ബജി എടുക്ക്. പാലെടുത്തോണ്ട് വരട്ടെ. പാലോ? അതെടാ പാല്. അതെ, ബജി കഴിക്കുന്നോ? ഡിഗ്രി എടുത്തതിന് അവസാനം ഒരു ബജി കിട്ടി. ബാഗിൽ പൈസ വെച്ചിട്ടുണ്ടേ. ഓക്കെ സാർ. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ മറന്നില്ലല്ലോ. എടുത്തിട്ടുണ്ട്. സൂക്ഷിക്കണേ മോനെ, കണ്ടതൊന്നും വാങ്ങി കഴിക്കരുത്, വയറ് കേടാവൂ. ദേ നോക്ക്, നിന്റെ ഈ പോക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവനെവിടെ മഹേഷ്? അവൻ സ്റ്റേഷനിലേക്ക് നേരിട്ട് വരാമെന്നല്ലേ പറഞ്ഞേ? അത് തന്നെ. വിഷമിക്കണ്ട അമ്മേ, I'll be fine. 5 ദിവസത്തേക്കല്ലേ പോകുന്നേ? പോട്ടെ. പോയിട്ട് വരാമെന്ന് പറയടാ. പോയിട്ട് വരാമേ, മതിയോ? ശരി ശരി. ഓക്കെ ഓക്കെ. കൊള്ളാടാ, വീട്ടിൽ 100 മീറ്റർ പോലും ഇല്ല. നിൽക്കുന്നുണ്ടല്ലേ കള്ളനെ പോലെ. ഒരു വിധത്തിൽ മാനേജ് ചെയ്തടാ. വളരെ കഷ്ടപ്പെട്ട ദിവ്യയുടെ 5 ദിവസം പെർമിഷൻ വാങ്ങിച്ചത്. അത് നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ. എടാ, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അതേടാ, ഇവളിവിടെ എന്താ ചെയ്യുന്നത്? ഹായ്. നീ പോയില്ലായിരുന്നോ വീട്ടിലേക്കോ? മൈത്രി ഒന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും നേരത്തെ. ഈസ് എവറിത്തിങ് ഓക്കെ? നിന്റെ കൂടെ വരാന്നാ വിചാരിച്ചേ. ഓൺ യുവർ ബൈക്ക് ഡോർ. സോറി, നിന്റെ ഫ്രണ്ട് വരില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അവൻ വന്നല്ലേ? നോ പ്രോബ്ലം. ഞാൻ കൊലാപുരയ്ക്ക് പോയിക്കോളാം. 8:30 ട്രെയിൻ. ദാറ്റ് വാസ് എ പ്ലാൻ എനിവേ, സോ ഇറ്റ്സ് ഓക്കെ. നീ പോയിക്കോ. ഐ ഷുവർ? വാട്ട്? എന്റെ കൂടെ ബൈക്കിൽ വരുന്നുണ്ടോ? യാ, വൈ നോട്ട്? അത്ര ഈസി ആണെന്ന് കരുതരുത്. പയ്യന്മാർ പോകുന്ന പോലെ ഇരിക്കും. യു ലവ് ടു റഫ് ഇറ്റ് ഔട്ട്. എൻ്റെ റൂൾസ്. എന്നെക്കുറിച്ച് നിനക്ക് കുറച്ചല്ലേ അറിയൂ. നീ ഒരു പെണ്ണ്, ഞാനൊരു പയ്യൻ. ഡീസൻ്റ് ആണ്, എന്നാലും അളിയ ട്രിപ്പിൾസ് അല്ലടാ, ഡബിൾസാ. അത് ചിലപ്പോൾ അവർ രണ്ടുപേരായിരിക്കുമെന്നാ തോന്നുന്നു. ഇപ്രാവശ്യം നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ്റെ കൂടെ പോയിക്കോ. അവനും ഒരു പയ്യൻ, നീയും ഒരു പയ്യൻ. നന്നായിരിക്കും. അവനതിന് വരുന്നില്ലല്ലോ. അളിയ, നീ വരുന്നുണ്ടോ? ഞാൻ ഓട്ടോക്കായിട്ട് 2 ദിവസമായില്ലേ. എപ്പോ വന്നാലും എന്നെ നീ ഒഴിവാക്കുന്ന എനിക്കറിയാം. No, it's okay. I just leave. I told you. I'll come next time. I feel really bad for him. അളിയ, നീ ഇതുവരെ പോയില്ലേ? സൂപ്പറടാ. വാടാ, ചായ കുടിച്ചിട്ട് വീട്ടിൽ പോ. ലഗേജ് ഒക്കെ എടുത്തോ? എല്ലാം ഭദ്രമായിട്ടാകത്തോണ്ടാ, ഭദ്രമായിട്ടാകത്തോണ്ട്. അവൻ പോവാന്നോ? Sorry. Feel really bad for him. നിന്റെ പേരെന്താന്ന് പോലും എനിക്കറിയില്ല. എന്താ അറിയില്ലെന്നോ? സത്യമായിട്ടും മൈത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിന്റെ പേരൊന്നും പറഞ്ഞില്ലായിരുന്നു. നിന്നെപ്പറ്റി പറയുമ്പോഴൊക്കെ ഏട്ടനെന്ന് മാത്രമാണ് പറയാറ്. വീട്ടിലും നിന്നെ ആരും പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല, അച്ഛൻ വന്നപ്പോൾ പോലും. ചിലപ്പോഴൊക്കെ നിന്റെ പേര് ചോദിക്കണമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാ, പക്ഷെ പറ്റിയില്ല. സോ അച്ഛനെ സാരമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിരിക്കട്ടെ. ഇപ്പം എന്താ എൻ്റെ കൂടെ ട്രിപ്പിന് വരാമെന്ന് തീരുമാനിച്ചത്? നീ പറയുന്ന മറുപടി കേട്ടിട്ട് വേണം എൻ്റെ ബൈക്ക് നിന്നെയും കൂട്ടി പുറപ്പെടാൻ. ഇനി നീ ഇല്ലെങ്കിലും ഞാൻ പോകും. ഞാൻ പറയാം, നീ വണ്ടി എടുക്ക്. ഞാൻ ഇതുവരെ ബൈക്കിൽ പോയിട്ടില്ല, ഒന്ന് കയറിയിട്ട് പോലുമില്ല. ഇതാ ഫസ്റ്റ് ടൈം. ഐ ഓൾവേസ് വാണ്ടഡ് ടു. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ, വിൻഡ് ഓൺ മൈ ഫേസ്, അത് വേണമെന്ന് തോന്നുന്നു. നിന്നെ കണ്ട ഒരു നല്ലവനായിട്ടാ തോന്നുന്നത്. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ മൈത്രി ഇല്ലല്ലോ കൂടെ. നീ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇപ്പം ഇങ്ങനെ ഒരു റൈഡിന് വരാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. അതൊക്കെ തന്നെ. ദാറ്റ്സ് ഇറ്റ്.
2 റൂമല്ലേ? അല്ല, ഒരു റൂം. അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? ഒരു റൂമെന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നാണ് വിചാരിച്ചത്. നോ, ഞാനാ മഹേഷ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ആ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് വന്നത്. പയ്യന്മാരുടെ കൂടെ കറങ്ങണം, പയ്യന്മാരെ പോലെ ഇരിക്കണമെന്ന്. അങ്ങനെയാണോ? ഉം. എന്നാ വാളിയാ. ചുമ്മാ തമാശ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. സിംഗിൾ റൂം, ഡബിൾ ഓക്യുപ്പൻസി, ട്വിൻ ബെഡ്സ്. ഷുവർ. തനിച്ചുള്ള ബെഡ്. ശരി സർ. യുവർ നെയിം സർ? ഇത് ഐ ഡി. താങ്ക് യു. സൂപ്പർ പേരാ സർ. അതറിയാം. സർ സൈൻ പ്ലീസ്. ഇതാ സർ. താങ്ക്സ്. വെൽക്കം ടു 5-സ്റ്റാർ ഹോട്ടൽ. ദൈവമേ. ലീല, നീ പോ. ഐ ജസ്റ്റ് വെയിറ്റ് ഔട്ട് സൈഡ്. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. നന്നായിട്ട് കഴിക്കാം.